ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു എക്സാം ടിപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. പലർക്കും ഇത് ആപ്ലിക്കബിൾ ആവുക പുതുതായിട്ട് കേരള PSCയുടെ പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ്. അതായത് പരീക്ഷ അധികം എഴുതി ശീലമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ വരുത്താൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്കുകൾ കാരണം ആ ഒരു പരീക്ഷയിൽ നിന്ന് നിങ്ങൾ അസാധുവായേക്കാം. PSCയുടെ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവാലിഡേറ്റ് ആയേക്കാം. ഓക്കെ, നിങ്ങളൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയുടെ ഫലം വരാതിരിക്കാം. അതായത് നിങ്ങളെ ലിസ്റ്റിൽ വന്നാലും അതിൽ നിന്ന് പുറത്താക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതെ ഇരിക്കാം. ഓക്കെ, അതിനവർ പറയുന്ന പേര് അസാധു ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു OMR ഫില്ല് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് എന്തൊക്കെ രീതിയിൽ നിങ്ങൾ അസാധു ആവാൻ സാധ്യതയുണ്ട് അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കുറച്ച് കേസസ് കൂടി നമ്മൾ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം, കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ അസാധുവാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടാണ്? ആ കേസസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ ഒരു എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഫെബ്രുവരി 17 നടന്ന ഒരു സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പരീക്ഷയുടെ കാര്യമാണ്. അതിൽ റോങ്ലി സീറ്റഡ് ആൻഡ് അറ്റൻഡഡ് ദി എക്സാമിനേഷൻ. ഒരു എക്സാം ഹാളിൽ 20 പേരായിരിക്കും ഉണ്ടാവുക അല്ലേ. 20 പേരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു എക്സാം ഹാളായിരിക്കും. അതിൽ ഇതേപോലെ ബെഞ്ച് ക്രമീകരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 5 ബെഞ്ച് ഒരു റോയിലും 5 ബെഞ്ച് അടുത്ത റോയിലും. ഇപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ നമ്പർ ഉണ്ടാവുക. മിക്കവാറും ഒരു 7 അക്ക നമ്പർ ആയിരിക്കും കേട്ടോ. ഇതേപോലെ ഒരു 7 അക്ക നമ്പർ ആയിരിക്കും. അതിനൊരു ആൽഫ കോഡും ഉണ്ടാവും അല്ലേ. ഇപ്പം A, B, C, D, വീണ്ടും A ഉണ്ടാവും അല്ലേ. A, B, C, D ആ രീതിയിൽ അതിന് ആൽഫ കോഡും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ബെഞ്ചിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അനുസരിച്ചുള്ള സീറ്റിൽ മാത്രമേ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ. സപ്പോസ് ഇൻവിജിലേറ്ററോ അല്ലെങ്കിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് PSCയുടെ ഒരു ഓഫീസറോ ഒക്കെ അവർ ചിലപ്പം വരാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഒരു റോങ് സീറ്റിലാണ്, വേറൊരാളുടെ സീറ്റിലോ അല്ലെങ്കിൽ സ്ഥലം മാറിയിരുന്നിട്ടോ ആണ് എങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? ആ പരീക്ഷയിൽ നിന്നും ഇൻവാലിഡേറ്റ് ചെയ്യും കേട്ടോ. അതായത് ആ പരീക്ഷയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. ആ ഒരു പരീക്ഷയ്ക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇൻവാലിഡേഷൻ ഉണ്ടാവുക. ഇനി വേറൊരു സംഭവമുണ്ട്, അത് ഡീബാറാണ്. ഓക്കെ, ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് നിങ്ങളെ എന്ത് ചെയ്യും? പരീക്ഷ എഴുതി നിന്നും വിലക്കും. ഓക്കെ, ചിലപ്പോൾ 3 മാസത്തേക്ക്, 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, അല്ലെങ്കിൽ പെർമനൻറ്റ് ഡീബാർ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കേരള PSCയിലുണ്ട്. അതെന്താണ്? അടുത്ത ഇത്ര മാസത്തേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ പെർമനൻറ്റ് ഡീബാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ആയി പോകും. അതുപോലെ നിങ്ങൾക്ക് യാതൊരുവിധ ഭാവിയിലുള്ള പരീക്ഷകളും PSC പരീക്ഷകളും എഴുതാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാൻ, ഒരിക്കലും സീറ്റ് മാറി ഇരിക്കാൻ വേണ്ടി പാടില്ല. ഇനി OMR ഷീറ്റിലേക്ക് വരികയാണെങ്കിൽ നോ ആൻസർ ബബിൾഡ്. അതായത് നിങ്ങൾക്ക് തരുന്ന OMR ഷീറ്റിൽ 100 ചോദ്യങ്ങൾ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ മിനിമം ഒരു ആൻസർ എങ്കിലും ബബിൾ ചെയ്താൽ മാത്രമേ OMR ആൻസർ ഷീറ്റ് റീഡ് ചെയ്യുകയുള്ളൂ. ഇവിടെ നോക്കിയേ, ഈ ഒരു ഉദ്യോഗാർത്ഥി ഒരു ആൻസർ പോലും ബബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവരെ ഇൻവാലിഡേറ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയായിരിക്കും പ്രോപ്പർ റീസൺ? എന്തായിരിക്കും? ഒന്നുകിൽ ബബിൾ ചെയ്യുന്നതിന് പകരം ടിക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ ടിക്ക് ഇട്ട് പോയതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് അദ്ദേഹത്തിന് അത് എക്സാം എഴുതാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രജിസ്റ്റർ നമ്പർ തെറ്റുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് എക്സാം ഹാളിൽ ഇരുന്നിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? നോ ആൻസർ ബബിൾഡ് എന്നുള്ള കാറ്റഗറിയിൽ അദ്ദേഹത്തെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, രജിസ്റ്റർ നമ്പർ റോങ്ലി റിട്ടൺ ആൻഡ് ഇൻകറക്റ്റ്ലി ബബിൾഡ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്. ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ നമ്പർ എഴുതാനും അതേപോലെ ബബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കോളംസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ബബിൾ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി അത്രയും രാവിലെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ദൂരം താണ്ടിയിട്ട് എക്സാമിനേഷൻ ഹാളിലെത്തിയിട്ട് രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് കേട്ടോ. ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ കറക്റ്റായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രജിസ്റ്റർ നമ്പറും അതേപോലെ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യാനുള്ള ഓപ്ഷനും അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടും കേട്ടോ.
നെക്സ്റ്റ് വൺ റോങ്ലി സീറ്റഡ് ആൻഡ് അറ്റൻഡഡ് ദി എക്സാമിനേഷൻ. കണ്ടോ, ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തിരുവനന്തപുരം ജില്ലയിൽ എന്ത് ചെയ്തു, 2 പേരെ ആ രീതിയിൽ ഡിബാർ ചെയ്തു, അല്ല ഇൻവാലിഡേറ്റ് ചെയ്തു. ദെൻ നോ ആൻസർ ബബിൾഡ്, ഈ ഒരു ഉദ്യോഗാർത്ഥി ആൻസർ ബബിൾ ചെയ്തിട്ടില്ല. കണ്ടോ, അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ ആണ് സംഭവിച്ചത്. നെക്സ്റ്റ് റോങ്ലി സീറ്റഡ് ആൻഡ് അറ്റൻഡഡ് ദി എക്സാമിനേഷൻ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ദെൻ ഐഡൻറ്റിറ്റി റിവീൽഡ് ഇൻ ദി ബി പാർട്ട് ഓഫ് ദി ആൻസർ സ്ക്രിപ്റ്റ്. അതായത് നമുക്ക് ഒരു ആൻസർ ഷീറ്റിൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്, ഞാൻ കാണിച്ചു തരാൻ പേടിക്കണ്ട. ആ ബി പാർട്ടിൽ നമ്മുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ്. നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ബി പാർട്ട്. അവിടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ ഒന്നും തന്നെ ഇടാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടും. ഇനി രജിസ്റ്റർ നമ്പർ റോങ്ലി റിട്ടൺ ആൻഡ് ഇൻകറക്ട്ലി ബബിൾഡ്. കണ്ടോ, ഇത്രയും പേര് 4 പേരോളം എന്ത് ചെയ്തു, രജിസ്റ്റർ നമ്പർ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻകറക്റ്റായിട്ട് ബബിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, അതിൽ രജിസ്റ്റർ നമ്പർ റോങ്ലി റിട്ടൺ ആൻഡ് ഇൻകറക്ട്ലി ബബിൾഡ്. കണ്ടോ, 2 പേര്. ദെൻ രജിസ്റ്റർ നമ്പർ റോങ്ലി റിട്ടൺ ആൻഡ് ഇൻകറക്ട്ലി ബബിൾഡ് ഏതാണ്, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. നെക്സ്റ്റ് ഇതാ പമ്പ് ഓപ്പറേറ്റർ മെഡിക്കൽ എഡ്യൂക്കേഷൻ. നമ്മൾ സാധാരണ എഴുതുന്ന ഒരു പരീക്ഷയാണ് അല്ലേ. ഇപ്പം PWDയിൽ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലൊക്കെ പമ്പ് ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു പരീക്ഷയിൽ എന്ത് സംഭവിച്ചു, രജിസ്റ്റർ നമ്പർ റോങ് ആയിട്ട് എഴുതി അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് വൺ ഇതാ ഹെൽത്ത് സർവീസിൽ ഇലക്ട്രീഷ്യൻ, രജിസ്റ്റർ നമ്പർ റോങ്ലി റിട്ടൺ ഇൻകറക്ട്ലി ബബിൾഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻവാലിഡേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ഇനി എത്രത്തോളം ആ ഉദ്യോഗാർത്ഥിക്ക് അറിയാമെന്നുള്ളതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ട് എത്ര മാസത്തെ എഫേർട്ടായിരിക്കും, അതിനൊക്കെ ഒരു റിസൾട്ട് ഇല്ലാതെ ആവുകയാണ് ചെയ്യുക. ദെൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്. കണ്ടോ, ഇതിൽ കുറേയധികം വന്നിട്ടുണ്ട്. ഒന്ന് റോങ് സീറ്റഡ് ആൻഡ് അറ്റൻഡഡ് ദി എക്സാമിനേഷൻ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ് അല്ലേ. നെക്സ്റ്റ് ബാർകോഡ് ടെമ്പേർഡ് ഓർ ബി പാർട്ട് ഇൻകറക്ട്ലി സെപ്പറേറ്റഡ്. നമുക്ക് തരുന്ന ആൻസർ ഷീറ്റ് എ പാർട്ടും ബി പാർട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് ഇനീഷ്യലി ഒരു സിംഗിൾ പേജ് ആയിട്ടാണ് തരിക. അതിൻ്റെ നടുവിൽ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു എക്സാമിനേഷൻ തീരുന്ന സമയത്ത് അവിടുത്തെ ഇൻവിജിലേറ്റർ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ എ പാർട്ടും ബി പാർട്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻകറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യുക, കാരണം അത് ബാർകോഡൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ അശ്രദ്ധാപൂർവം ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ആ ബാർകോഡ് കട്ടാവാനോ അത് ടിയർ ആവാനോ അത് ഇൻകറക്റ്റായിട്ട് ചിലപ്പം ഓർഡർ അല്ലാത്ത രീതിയിലൊക്കെ കീറിപ്പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കേട്ടോ. വിലങ്ങനെയൊക്കെ കീറിയാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ആ രീതിയിൽ 2 പേര് ഇൻവാലിഡേറ്റ് ആയി. ഇത് ചിലപ്പം എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നിങ്ങളോട് പറയില്ല. ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പറയുന്ന ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് മെഷീനാണ് അത് വാല്യൂ ചെയ്യുക അല്ലേ. OMR ആൻസർ സ്ക്രിപ്റ്റ് വാല്യൂ ചെയ്യുന്നത് മെഷീനാണ്. ചിലപ്പോൾ ആ മെഷീൻ അത് വാല്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയിൽ അത് ടാമ്പേർഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഇൻവാലിഡേറ്റ് ആവും. ദെൻ ഇൻഎലിജിബിൾ കാൻഡിഡേറ്റ്. യെസ്, ആ ഒരു കാൻഡിഡേറ്റ് എലിജിബിൾ അല്ലെങ്കിൽ കുറേയധികം എലിജിബിൾ ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ രീതിയിൽ എലിജിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവരെ ഇൻവാലിഡേറ്റ് ചെയ്യും. അത് ഹോൾ ടിക്കറ്റിൻ്റെ ഒക്കെ കേസാവും. ഇപ്പോൾ ഹോൾ ടിക്കറ്റിൽ നമ്മൾ പറയാറുണ്ട് ഫോട്ടോൻ്റെ താഴെ പേരും അതേപോലെ ഒരു ഡേറ്റും ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ നെയിം ഉണ്ടാവണം, അതിൻ്റെ താഴെ ഡേറ്റ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഹോൾ ടിക്കറ്റ് ഒന്നും അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, എക്സാമിനർ അവിടെ അത് മാർക്ക് ചെയ്യും. അപ്പോൾ ഇന്നെലിജിബിൾ ആയിട്ട് കാണിക്കാം. അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും റീസൺസ് കൊണ്ടോ ഒക്കെ ഇന്നെലിജിബിൾ ആക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു രജിസ്റ്റർ നമ്പറിലുള്ള ഉദ്യോഗാർത്ഥി ഇന്നെലിജിബിളായി. ദെൻ രജിസ്റ്റർ നമ്പർ റോങ്ലി റിട്ടൺ ആൻഡ് ഇൻകറക്ട്ലി ബബിൾഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസാണ്. നെക്സ്റ്റ് യൂസ്ഡ് റെസ്ട്രിക്റ്റഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഓർഡർ ഓഫ് കമ്മീഷൻ. നമുക്കറിയാം എക്സാമിനേഷൻ ഹാളിൽ വാച്ച് പോലും, ഒരു നോർമൽ വാച്ച് പോലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, സാധാരണ രീതിയിൽ ഉദ്യോഗാർത്ഥികൾ ലേറ്റായിട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ക്ലോക്ക് റൂമിൽ നമ്മുടെ വാച്ചോ പേഴ്സോ അല്ലേ, വാഹനത്തിൻ്റെ കീയോ അതൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. അഥവാ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വാച്ച് കാണുകയാണെങ്കിൽ 3 മാസം വരെ നിങ്ങളെ ഡീബാർ ചെയ്യാം. ഇനി അതൊരു ഇലക്ട്രോണിക് വാച്ച് ആണെങ്കിൽ 6 മാസം വരെ ഡീബാർ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില എക്സാമിനേഴ്സ് എന്ത് ചെയ്യും, ഓക്കെ അതിൻ്റെ ഇടയിൽ സ്റ്റാർട്ടിങ്ങിലോ മറ്റോ നിങ്ങളുടെ കയ്യിൽ വാച്ച് കാണുകയാണെങ്കിൽ അത് വേഗം പുറത്ത് വെക്കൂ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയും.
എന്നാൽ അങ്ങനെ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ഡയറക്റ്റ് ഡി ബാറിലേക്ക് പോവാം. അത് കൂടാതെ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് PSCയുടെ ഒഫീഷ്യൽസ് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ ഹാൾ വിസിറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്തും അവരും എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഇൻവാലിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ ഡി ബാർ ചെയ്യാനുള്ള അധികാരമുണ്ട് കേട്ടോ. യെസ്. ദെൻ നോ ആൻസർ ബബിൾഡ്. ആൻസേഴ്സ് ഒന്നും ബബിൾ ചെയ്യാത്ത ഇത്രയും ആൾക്കാരെ ഇൻവാലിഡേറ്റ് ചെയ്തു. ഇനി നോക്കിയാലോ. ദെൻ ബാർകോഡ് ടാമ്പർ ചെയ്ത കേസ് വീണ്ടും വന്നിട്ടുണ്ട്. ദെൻ റെസ്ട്രിക്റ്റഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു, മാൽ പ്രാക്ടീസ് ചെയ്തു, അതിനൊക്കെ ആ ഒരു ടേമാണ് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം ചിലപ്പം എക്സാമിനർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടാകാം ഇത് ഇൻവാലിഡേറ്റ് ചെയ്തു. ഇൻവാലിഡേറ്റ് ചെയ്യുന്നത് ആ ഒരു പരീക്ഷയിൽ നിന്ന് മാത്രമാണ്. എന്നാൽ ചില മിസ്ബിഹേവ്, അതുകൂടാതെ മാൽ പ്രാക്ടീസ് നിങ്ങളെ ഡീബാർ ചെയ്യാനും കാരണമാകും കേട്ടോ. ദെൻ രജിസ്റ്റർ നമ്പർ നോട്ട് ബബിൾഡ്. രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്തിട്ടില്ല. ഓക്കെ, സാധാരണ രീതിയിൽ എക്സാമിനർ സൈൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അതേപോലെ ഇത് ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് ഈ പറയുന്ന രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുക എന്നുള്ളത്. ദെൻ ഫീൽഡ് വർക്കർ, അതെന്താ, രജിസ്റ്റർ നമ്പർ റോങ്ലി റിട്ടേൺ. ദെൻ ഇൻഎലിജിബിൾ കാൻഡിഡേറ്റ് ഉണ്ടോ. ദെൻ സൈൻ എഗെയിൻസ്റ്റ് രജിസ്റ്റർ നമ്പർ ഓഫ് അനദർ കാൻഡിഡേറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരീക്ഷയുടെ 30 മിനിറ്റ് മുമ്പേ നമുക്ക് എക്സാം ഹാളിൽ കടന്നിരിക്കാൻ വേണ്ടി അവർ അനുവദിക്കും. എന്നിട്ടൊരു പേപ്പർ തരും അല്ലേ, അറ്റൻഡൻസ് എഴുതാനുള്ളൊരു പേപ്പർ തരും. അവിടെ നമ്മൾ സൈൻ ചെയ്യണം, ID കാർഡിലെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റൊരു കാൻഡിഡേറ്റിൻ്റെ നേരെ പോയി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇൻവാലിഡേഷനാണ് കേട്ടോ. കാരണം അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ 2014 പുതിയ കേസസിലൊന്നും അങ്ങനെ പുതിയ കേസസ് അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് പഴയൊരു കേസാണ് കേട്ടോ, 2014 ഒരു കേസാണ്. ദെൻ ഇൻഎലിജിബിൾ കാൻഡിഡേറ്റ്സ്, നെയിം ആൻഡ് ഡേറ്റ് നോട്ട് ക്ലിയർ ഓൺ ഫോട്ടോ. ഫോട്ടോയിൽ നെയിമും അതേപോലെ ഡേറ്റും ക്ലിയർ അല്ല കേട്ടോ. ചിലപ്പോൾ ചില എക്സാമിനേഴ്സ് ഒന്നും ഇത് ശ്രദ്ധിച്ചു എന്ന് കൂടി വരില്ല. എന്നാൽ കൃത്യമായിട്ട് അവർക്ക് റൂൾസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് എന്ത് ചെയ്യാം, ഇൻഎലിജിബിൾ ആക്കാം. ദെൻ രജിസ്റ്റർ നമ്പർ റോങ്ലി ബബിൾഡ്. അങ്ങനെ ഇത്രയും കേസസ് കണ്ടല്ലോ. ഇനി പഴയ പരീക്ഷകളിൽ ഈ പറയുന്ന രജിസ്റ്റർ നമ്പർ റോങ്ലി ബബിൾഡ് ആയിട്ടുള്ള 100-ലധികം കേസസ് വന്ന പരീക്ഷകൾ വരെയുണ്ട് കേട്ടോ. ആദ്യകാലത്തൊക്കെ വളരെ ലാഘവത്തോട് കൂടിയിട്ട് ചിലപ്പം കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ കെയർലെസ് ആയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം. പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വ്യഗ്രത ഉണ്ടാവും അല്ലേ, പരീക്ഷ ഈ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ആൻസർ ഷീറ്റിൽ നമ്മളൊരു നമ്പർ എഴുതിയിട്ട് ബബിൾ ചെയ്യുമ്പോഴൊക്കെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. പക്ഷേ അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് മാറുക. ദെൻ രജിസ്റ്റർ നമ്പർ നോട്ട് ബബിൾഡ്. രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യാൻ മറന്നുപോയി. രജിസ്റ്റർ നമ്പർ റോങ്ലി ബബിൾഡ്, റോങ് ആയിട്ട് ബബിൾ ചെയ്തു. ദെൻ ആൽഫ കോഡ് നോട്ട് ബബിൾഡ്. പണ്ടത്തെ പരീക്ഷകളിൽ ഇതുണ്ട്, 2013 എന്ത് ചെയ്യണമായിരുന്നു, ആൽഫ കോഡും നമ്മൾ ബബിൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഇത് പ്രശ്നമില്ല കേട്ടോ, ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ആൽഫ കോഡ് ബബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ആൽഫ കോഡ് പ്രിൻ്റഡ് ആയിട്ടാണ് നമ്മുടെ OMR ഷീറ്റിൽ വരുന്നത്. അപ്പോൾ ആൽഫ കോഡ് മറന്നു പോവുക, ബബിൾ ചെയ്യാൻ മറന്നു പോവുക എന്ന് പറയുന്ന 100-ലധികം കേസസ് പണ്ട് വരാറുണ്ട്. അത് കുറേ പേജസിൽ വരുന്നതുകൊണ്ടാണ് ഞാനതിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. യെസ്. സോ നമ്മുടെ കയ്യിലൊരു ഡമ്മി ആയിട്ടുള്ള ഒരു മാതൃക രൂപത്തിലുള്ള OMR ഷീറ്റ് ഉണ്ട്. ഇത് കേരള PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു OMR ഷീറ്റ് ഒന്ന് ബബിൾ ചെയ്യുക, OMR ഷീറ്റിൽ നമുക്ക് എങ്ങനെ ബബിൾ ചെയ്യാമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. സോ ഇത്തരത്തിലൊരു OMR ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അവിടെ ആൽഫ കോഡ് എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ആൽഫ കോഡ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ടാവും. ആ ഹോൾ ടിക്കറ്റ് അനുസരിച്ചുള്ള നമ്പറിൽ നിങ്ങൾ പോയിരിക്കുന്ന സമയത്ത് ഡെസ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രജിസ്റ്റർ നമ്പറിന് നേരെ ഒരു ആൽഫ കോഡും ഉണ്ടാവും. ഓക്കെ, ആ ആൽഫ കോഡിൽ തന്നെയുള്ള ഒരു OMR ഷീറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുകൂടാതെ ആ ആൽഫ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ രജിസ്റ്റർ നമ്പർ 12345. ഓക്കെ, 1234567. ഇപ്പം 7 അക്കത്തിലാണ് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിച്ചോ. ഞാൻ നേരെ പോയിട്ട് ഈ രജിസ്റ്റർ നമ്പറുള്ള ബെഞ്ചിൽ പോയിരുന്നു. ആ ബെഞ്ചിൽ എന്താ ഉണ്ടാവുമെന്ന് അറിയോ, ഇതേപോലെ എൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ മേലെ ഒരു ആൽഫബറ്റ് കോഡ് എഴുതിയിട്ടുണ്ടാവും. അത് എൻ്റെ ആൽഫ കോഡാണ് കേട്ടോ.
യെസ്. അപ്പം ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? എനിക്ക് എക്സാമിനർ തരുന്ന ഈ OMR ഷീറ്റിൻ്റെ കോഡും തന്നെയാണെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. അത് എൻ്റെ ചുമതലയാണ്. ദെൻ എനിക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൽഫ കോഡും തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. കണ്ടോ, ഇവിടെ ആൽഫ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് ഇവിടെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബബിൾ കൂടിയുണ്ട്. പണ്ടത്തെ പരീക്ഷകളിൽ ഈ ബബിൾ നമ്മൾ തന്നെ ഇടണമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വരാറുണ്ട്. ഇനി ഇവിടെ കണ്ടോ, ഇൻവിജിലേറ്റേഴ്സ് സിഗ്നേച്ചർ വിത്തൗട്ട് നെയിം. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒപ്പല്ല. അവിടെ എക്സാമിനേഷൻ ഹാളിൽ ഒരു ഇൻവിജിലേറ്റർ ഉണ്ടാവും. അവർ എന്ത് ചെയ്യണം? അവർ ചെയ്യേണ്ട സൈൻ ഇടേണ്ട സ്ഥലമാണ്. പലരും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഒപ്പ് കൊണ്ടുപോയിട്ട് ഇവിടെ ഇടാറുണ്ട്. ഇടരുത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻവാലിഡേഷനാണ്. അപ്പം നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ കണ്ടോ, രജിസ്റ്റർ നമ്പർ ഈസ് ബബിൾഡ് കറക്റ്റ്ലി ടു അവോയ്ഡ് ഇൻവാലിഡേഷൻ. ഓക്കെ, അതായത് ഇൻവാലിഡേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ബബിൾ ചെയ്തിരിക്കണം കേട്ടോ. ബബിൾ ചെയ്തിരിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കിയാലോ? യെസ്. സപ്പോസ് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും ഇങ്ങനെ ഉണ്ടാവും, ഒരു ആൽഫബറ്റ് ഉണ്ടാവും. Z 1 2 3 4 5 6 7. ഇപ്പോൾ ഒരു 7 അക്ക നമ്പർ ഉണ്ടാവുക. ഇവിടെ ഇപ്പം നമുക്ക് ബബിൾ ചെയ്യാൻ ഒരു 6 അക്ക മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മിക്കവാറും പരീക്ഷാ പേപ്പറിൽ 7 അക്കമാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ ലെറ്റേഴ്സിൽ ഈ ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള എൻ്റെ രജിസ്റ്റർ നമ്പർ ഞാനിവിടെ എഴുതുക. ഉണ്ടോ, Z എഴുതിയില്ലേ? ഇനി ഇവിടെ 1 2 3 4 5 6 7 ഈ രീതിയിൽ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളിങ്ങനെ രേഖപ്പെടുത്തുക. ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. തീർന്നോ? ഇല്ല. ഇനി ഈ താഴെ കാണുന്ന ബബിൾസ് കണ്ടോ? താഴെ കാണുന്ന ബബിൾസ് നിങ്ങൾ മാർക്ക് ചെയ്യണം. 1 നേരെ ഈ 1 എന്നുള്ള ബബിൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. മനസ്സിലാക്കേണ്ട കാര്യം, ടിക്കിട്ട് പോയാൽ പോരാ. ഇതേപോലെ ബബിൾ കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യണം? ഇങ്ങനെ ബബിൾ ചെയ്യുക കേട്ടോ. ഇനി 2 കണ്ടോ? അപ്പോൾ ഈ 2 നിങ്ങൾ ബബിൾ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി 3 ബബിൾ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഇനി 4 ബബിൾ ചെയ്യണം. ശ്രദ്ധിച്ച് ബബിൾ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് കുറേ സമയമൊന്നും കിട്ടില്ല ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ വേഗം ചെയ്യുക. പക്ഷേ ഈ സംഭവത്തിന് നിങ്ങൾ സമയമെടുത്ത് തന്നെ, വളരെ സമയമെടുത്ത് ബബിൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ബബിൾ ചെയ്യുക. പുറത്തൊന്നും ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഇതിൻ്റെ കുറച്ച് പുറത്തായി, പിന്നെ പുറത്താവാതെ പരമാവധി വളരെ സ്ലോലി മാത്രം ചെയ്യുക. ഇങ്ങനെ ബബിൾ ചെയ്യുക. ഇപ്പോൾ ഏഴിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ബബിൾ ഉണ്ടാവും അല്ലേ? ഈ രീതിയിൽ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റീസൺ നിങ്ങൾ ഒഴിവാക്കി. അതായത് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് ബബിൾ ചെയ്തിട്ടുണ്ട്. പലർക്കും ഇവിടെയാണ് തെറ്റ് വരിക. ഒന്നുകിൽ ഇവർ രജിസ്റ്റർ നമ്പർ എഴുതുന്നത് തെറ്റിക്കും, അല്ലെങ്കിൽ ബബിൾ ചെയ്യുന്നത് തെറ്റിക്കും അല്ലേ? ഇപ്പോൾ Z 1 2 3 4 5 6 7 എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇവിടെ ബബിൾ ചെയ്യുന്നത് 1 1 1 1 1 1 എന്ന് നിങ്ങൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? യെസ്, ഇൻവാലിഡേറ്റ് ആയി കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കുകയാണെങ്കിൽ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അതേപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. തമ്മിൽ മാറിപ്പോകരുത്. പലർക്കും ഇത് മാറിപ്പോവാറുണ്ട് കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് വിചാരിച്ചാൽ അതവിടെ എഴുതി കൊടുക്കുക. ഇപ്പം ജനുവരി 1 1991 വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഈ രീതിയിൽ 1991 ജനുവരി 1 ഈ രീതിയിൽ ഫില്ല് ചെയ്യുക. ഇനി അടുത്ത കോളം കണ്ടോ? അടുത്ത കോളം നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ്. ചില കേസസിൽ അവർ പോസ്റ്റിൻ്റെ പേര്, ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ, ഏത് പോസ്റ്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പരീക്ഷ ചെയ്യുന്നത് അത് എഴുതാൻ പറയും. ചില കേസസിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ എഴുതാനാണ് പറയാറ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വായിച്ച് നോക്കുക. കാറ്റഗറി നമ്പർ എഴുതാൻ പറഞ്ഞാൽ കാറ്റഗറി നമ്പർ മാത്രം എഴുതിയാൽ മതി. ദെൻ നെയിം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നെയിം എഴുതുക. സ്ഥലമുണ്ടെങ്കിൽ ഓക്കെ, ആവശ്യത്തിന് സ്ഥലമുണ്ടെങ്കിൽ 2ഉം എഴുതുക കേട്ടോ. കാരണം ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി, ഇപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലോ ഏപ്രിലോ അങ്ങോട്ട് എഴുതിയൊരു പരീക്ഷേൻ്റെ അകത്ത് നെയിമാണ് എഴുതാൻ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയ ഒരു പരീക്ഷേൻ്റെ അകത്തൊക്കെ കാറ്റഗറി നമ്പറാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് പരീക്ഷയുടെ പേരെന്താണെന്നോ അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ എന്താണെന്നോ നിങ്ങളവിടെ എഴുതുക കേട്ടോ. ഞാനിപ്പം എഴുതാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റിൽ നോക്കുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD എന്ന് കാണും അല്ലേ? യെസ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എഴുതുന്നു ഇലക്ട്രിക്കൽ
എന്നിട്ട് എന്ത് ചെയ്യുന്നു, PWD കൂടിയുണ്ട് അല്ലേ. യെസ്, അതടുത്ത വരിയിൽ എഴുതിയാലും മതി. ഈ രീതിയിലുള്ള പരീക്ഷയായിരിക്കും എഴുതുന്നുണ്ടാവുക. സപ്പോസ് എനിക്കിവിടെ സ്ഥലം വീണ്ടും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ കാറ്റഗറി നമ്പർ എഴുതാം. സപ്പോസ് ഒരു 111/2024 ആണെന്ന് വിചാരിച്ചോ, അതുകൂടി എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ആ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത് അത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ തന്നെ ഉണ്ടാവും അല്ലേ. ഹോൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. സപ്പോസ് ആ ഒരു പരീക്ഷ നടക്കുന്നത് ഈ വർഷം 2024 ജൂൺ 1 വിചാരിച്ചോ. ഓക്കെ, 2024 മന്ത് എന്താ 6, ജൂൺ 1 എന്ന് പറയുമ്പോൾ എത്രയാ 01. കണ്ടോ, ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾ ഈ ഒരു OMR ഷീറ്റിലെ എ പാർട്ട് കണ്ടോ, ഇവിടെ പാർട്ട് എ എന്ന് കണ്ടോ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാൻ ഒരു ഡോട്ടർ ലൈനും കൂടി കാണാൻ വേണ്ടി പറ്റും. എ പാർട്ടിനെയും ബി പാർട്ടിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടോ, ഇവിടെ മുറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാർട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എ പാർട്ട് മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതും ഈ ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യരുത്. ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻവിജിലേറ്റർ ഇവിടെ സൈൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇൻവിജിലേറ്റർ വന്നിട്ട് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ സൈൻ ചെയ്ത് തരും കേട്ടോ. നെയിം ഉണ്ടാവില്ല, സൈൻ ചെയ്തിട്ട് ചിലപ്പോൾ ഇവിടെ ഒരു ഡേറ്റ് കൂടി ഇങ്ങനെ എഴുതുന്നുണ്ടാവും. ഓക്കെ അല്ലേ. ഇപ്പോൾ എ പാർട്ട് മാത്രമേ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എ പാർട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ബി പാർട്ടിൽ നിങ്ങൾ യാതൊരുവിധ കാര്യങ്ങളും എഴുതാൻ വേണ്ടി പാടില്ല. ആൻസേഴ്സ് കറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ബി പാർട്ട് കേട്ടോ. ഇപ്പോൾ സപ്പോസ് 1A ആണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1A നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ബബിൾ ചെയ്യുക. 2 അറിയില്ല, 3 ചെയ്യാൻ വേണ്ടിയിട്ട് 3B ആണ്, 3B ബബിൾ ചെയ്തു. ഇപ്പോൾ 4C ആണെങ്കിൽ 4D ആണെങ്കിൽ ഇതേപോലെ ബബിൾ ചെയ്തു കേട്ടോ. ഈ രീതിയിൽ ബബിൾ ചെയ്യാൻ, ആൻസേഴ്സ് ബബിൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബി പാർട്ട്. ഇനി എക്സാമിനേഷൻ കഴിയുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു ബെല്ലടിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കവാറും ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പം ചെയ്തിട്ടുണ്ടാവും, എല്ലാം ബബിൾ ചെയ്തിട്ടുണ്ടാവും. ബബിൾ ചെയ്ത് തീർന്നു നിങ്ങൾ ഉറപ്പ് വരുത്തുക. അവസാന ആ 5 മിനിറ്റിന് ശേഷം നിങ്ങളുടെ എക്സാമിനർ ചിലപ്പം പറയും എ പാർട്ടും ബി പാർട്ടും നിങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എ പാർട്ടും ബി പാർട്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ആ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടാവും. അതിൽ കൂടി വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, സെപ്പറേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ബാർകോഡാണ്. നിങ്ങളുടെ ആൻസേഴ്സ് റീഡ് ചെയ്യുന്നത് OMR ബാർകോഡ് റീഡർ യൂസ് ചെയ്തിട്ടാണ് കണ്ടോ. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ബബിൾ ചെയ്ത ഈ ഒരു OMR ഷീറ്റ് കണ്ടോ, അത് മെഷീനാണ് റീഡ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോയി എന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഭാഗത്തൊക്കെ കയറിയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, ചിലപ്പം ഇൻവാലിഡേറ്റ് ചെയ്യാൻ നിങ്ങളെ അത് കാരണമാവുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം ഇതിനെന്ത് ചെയ്യാം, വളരെ സോഫ്റ്റായിട്ട് മടക്കുക, പതുക്കെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇവിടെ മുറിക്കുക കണ്ടോ, അത് എക്സാമിനർ പറഞ്ഞ ശേഷം മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ OMR ഷീറ്റ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ OMR ഷീറ്റിൻ്റെ പുറകിലും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുറകിലും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൻ്റെ പുറകിലും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ മിക്കവാറും ആൾക്കാരൊന്നും അതൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നല്ല പോവുക. ഓക്കെ, ഈ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കും, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവും, വായിക്കുമെന്നേ ചെയ്യില്ല മിക്കവാറും ആൾക്കാർ. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അതെന്താണ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൂല്യനിർണ്ണയം നടത്തുന്നതിനാൽ ഉത്തരക്കടലാസുകൾ അസാധുവാകാതിരിക്കാൻ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക. കണ്ടോ, ഉത്തരക്കടലാസിലെ രേഖപ്പെടുത്തലുകൾക്ക് നീലയോ കറുപ്പോ നിറത്തിലുള്ള ബോൾ പോയിന്റ് പേന മാത്രമേ ഉപയോഗിക്കാവൂ. കണ്ടോ, നിങ്ങൾ ഒരിക്കലും ഇങ്ക് പേനകൾ അല്ലെങ്കിൽ ജെൽ പേനകൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അത് ചിലപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇങ്ക് സ്പ്രെഡ് ആവാനോ ബാക്കിയുള്ള ബബിൾസിലൊക്കെ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ പറയുന്ന OMR ഷീറ്റുകൾ റീഡ് ചെയ്യുന്നത് മെഷീൻസ് ആണ് അല്ലെ, ഡിജിറ്റൽ മെഷീൻസ് വെച്ചിട്ടാണ്, അത് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബോൾ പോയിന്റ് പേന നീല മഷിയോ കറുത്ത മഷിയോ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഉത്തരക്കടലാസിൽ യഥാസ്ഥാനങ്ങളിലല്ലാതെ എഴുതുകയോ അടയാളങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യരുത്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ ഇൻവാലിഡേറ്റ് ചെയ്യും. രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തുന്നതിനുള്ള കുമിളുകൾ കൃത്യമായും പൂർണ്ണമായും കറുപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തിരുത്തലുകൾ അനുവദനീയമല്ല. ഇപ്പം സപ്പോസ് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചോ, തിരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് റീഡ് ചെയ്യില്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ രീതിയിൽ 2 എന്ന് എഴുതി വിചാരിച്ചോ, 2ൻ്റെ താഴെ നിങ്ങൾ 2 ബബിൾ ചെയ്യുന്നവർ 1 ബബിൾ ചെയ്തു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായേ, അയ്യോ തെറ്റിപ്പോയല്ലോ, 2 കൂടി ബബിൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2 കൂടി ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, യെസ്, അത് ഇൻവാലിഡേഷൻ ആണ്. നിങ്ങളുടെ ആൻസേഴ്സ് ഒന്നും
മെഷീൻ റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നെക്സ്റ്റ്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു OMR ഷീറ്റ് തരിക എന്ന് പറയുന്നതും ഒരു നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. ചോദ്യക്കടലാസിലെ ആൽഫ കോഡ്, ഉത്തരക്കടലാസിലെ ആൽഫ കോഡ്, ഡെസ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്പറിനോടൊപ്പം രേഖപ്പെടുത്തിയിരിക്കുന്ന ആൽഫ കോഡ് എന്നിവ ഒന്നു തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഉത്തരക്കടലാസിൽ അച്ചടിച്ചിരിക്കുന്ന ആൽഫ കോഡ് തിരുത്താൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണല്ലേ. ഇനി ഓരോ ചോദ്യത്തിനും ഒരു ശരിയുത്തരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിന് പ്രകാരമുള്ള കുമിള മാത്രം കറുപ്പിക്കുക. ഒരു ചോദ്യത്തിന് ഒന്നിലേറെ കുമിളകൾ കറുപ്പിക്കുന്നത് ലഭിച്ചിരിക്കുന്ന മാർക്ക് കുറയാൻ ഇടയാക്കും. അതായത് ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇപ്പം ബി ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ബിയും സിയും കറുപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, അത് നെഗറ്റീവ് മാർക്കിംഗ് ആണ് ഉണ്ടാക്കുക കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ആണ് ഉണ്ടാക്കുക. ഇപ്പം സപ്പോസ് ബിയോ സിയോ അതിലേതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ കൂടിയും കാര്യമില്ല, അത് നെഗറ്റീവ് മാർക്കാണ് ഉണ്ടാക്കുക. നെക്സ്റ്റ്, ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം ലഭിക്കും. തെറ്റായ ഓരോ ഉത്തരത്തിനും 1/3 മാർക്ക് കുറക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഉദ്യോഗാർത്ഥികൾ പരീക്ഷയുടെ അവസാനം മാത്രമേ ഉത്തരക്കടലാസിലെ AB ഭാഗങ്ങൾ വേർപെടുത്തുവാൻ പാടുള്ളൂ. വെട്ടിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് ഭാഗത്തും ബാർകോഡ് തുല്യമായി വരത്തക്ക വിധത്തിലായിരിക്കണം വേർപെടുത്താൻ. രണ്ട് ഭാഗങ്ങളും ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ച ശേഷമേ പരീക്ഷാ ഹാൾ വിട്ടുവെക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു അവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്, അവിടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഡോട്ട് കൂടിയുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡോട്ട്സ് കൂടിയുണ്ട്. അപ്പോൾ പരീക്ഷ തീരുന്ന സമയത്ത് ഇൻവിജിലേറ്റർ നിങ്ങളോട് പറയും AB ഭാഗങ്ങൾ വേർപെടുത്തു എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ വേർപെടുത്താൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ ചേർത്തിരിക്കുന്ന വിധത്തിൽ ശരിയായ കറുപ്പിച്ച ഉത്തരങ്ങൾക്ക് മാത്രമേ സ്കാനറുകൾ മാർക്ക് നൽകുകയുള്ളൂ. മറ്റ് രീതിയിൽ കുമിളകൾ കറുപ്പിക്കുന്നത് മാർക്ക് കുറയുവാൻ ഇടവരുത്തും. അപ്പോൾ ശരിയായിട്ട് എങ്ങനെ കറുപ്പിക്കണ്ടേ? സപ്പോസ് A ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ ഈ രീതിയിൽ കുമിള മുഴുവനായിട്ടും കറുപ്പിക്കുക. ടിക്കിട്ട് കഴിഞ്ഞാൽ എന്താണ്? അത് നെഗറ്റീവ് ആയിട്ട് വരും. അത് റീഡ് ചെയ്യില്ല എന്നല്ല, അത് നെഗറ്റീവായിട്ടാണ് വരിക കേട്ടോ. മാർക്ക് നെഗറ്റീവായിട്ട് വരികയാണ് ചെയ്യുക. ഇതേപോലെ X മാർക്ക് ഇടാൻ വേണ്ടി പാടില്ല, ഡോട്ട് ഇടാൻ വേണ്ടി പാടില്ല, ലൈൻ ഇടാൻ വേണ്ടി പാടില്ല. പാർഷ്യൽ മാർക്ക്, നിങ്ങളിപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്താലും അത് നെഗറ്റീവായിട്ടാണ് വരിക കണ്ടോ. ദെൻ പുറത്തേക്ക് പോയാലോ അതും എന്താണ്? നെഗറ്റീവാണ് വരിക. മൾട്ടിപ്പിൾ മാർക്ക് വന്നാലോ നെഗറ്റീവാണ് വരിക. സപ്പോസ് നിങ്ങൾ ചിലപ്പം ഇൻകറക്റ്റ് ആയിട്ട് ഇപ്പം എയുടെ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് A എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? A മാർക്ക് ചെയ്തു. പിന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ചേട്ടാ B ആണല്ലോ, B കൂടി മാർക്ക് ചെയ്തേക്കാം. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ ഒരു 10ാമത്തെ ചോദ്യത്തിന് നെഗറ്റീവാണ് വരിക കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഉദ്യോഗാർത്ഥികൾ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം അടയാളപ്പെടുത്തേണ്ടതാണ്. ഉത്തരങ്ങളൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ഉത്തരക്കടലാസ് അസാധുവാക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മിനിമം ഒരു ചോദ്യത്തിനെങ്കിലും ബബിൾ ചെയ്യണം, അല്ലെങ്കിൽ അത് റീഡ് ചെയ്യില്ല, അത് ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻവാലിഡേറ്റ് ആവാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, മിക്കവാറും ഇത് പുതുതായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ആവശ്യമായിട്ട് വരിക. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് ഇൻവാലിഡേഷനെ കുറിച്ച് മാത്രമാണല്ലേ. ഇനി DBAR എന്ന് പറഞ്ഞൊരു പ്രവർത്തനമുണ്ട്. നിശ്ചിത കാലഘട്ടത്തിലേക്ക് നിങ്ങളെ DBAR ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കാരണങ്ങൾ പോലും മതി. നിങ്ങൾ വളരെ ചെറിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ DBAR ചെയ്യാൻ കാരണമായേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാച്ച് സപ്പോസ് അബദ്ധവശാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിശ്ചിത കാലത്തേക്ക് നിങ്ങളെ DBAR ചെയ്യാൻ കാരണമാവും. ദെൻ പരീക്ഷ കഴിഞ്ഞിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചേട്ടാ എൻ്റെ ആൻസേഴ്സ് ഞാൻ കറുപ്പിക്കാൻ മറന്നുപോയി, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആൻസർ കറുപ്പിക്കാൻ മറന്നുപോയി, എനിക്കൊരു 2 മിനിറ്റ് കൂടി തരുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ടും അതിൻ്റെ ആൻസർ ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് DBARന് കാരണമാവും. അതേപോലെ വളരെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വളരെ സിവിയർ ആയിട്ടുള്ള മാൽ പ്രാക്ടീസസ് കൊണ്ടുവരെ നിങ്ങൾക്ക് DBAR സംഭവിച്ചേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ താഴെ കമൻറ്റ് ചെയ്യുക. കുറേ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ DBARന് സാധ്യതയുണ്ട്, ദെൻ DBAR എത്ര കാലത്തോളം ഉണ്ടാവും, അത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കേരള PSC പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ റിലേറ്റീവ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്